ഹലോ ഫ്രണ്ട്സ്, അൽഗോരിതമിക് തിങ്കിങ് ഇൻ പൈതണിൻ്റെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. ഈ ഒരു ലെക്ചറിൽ നമ്മൾ കാണാൻ പോകുന്ന ടോപ്പിക്സാണ് അൽഗോരിതം ആൻഡ് സ്യൂഡോ കോഡ് റെപ്രസെൻറ്റേഷൻ. സ്യൂഡോ കോഡ് എന്താണെന്നുള്ളതും അതിൻ്റെ ഒരു ചെറിയ ഇൻട്രഡക്ഷനും ഒക്കെ നമ്മൾ മൊഡ്യൂൾ 1 വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് മൊഡ്യൂൾ 2 വരുന്ന ടോപ്പിക്കാണ്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്താണ് സ്യൂഡോ കോഡ് എന്നുള്ളത് ഒന്ന് കാണാം. ഓക്കെ, സോ ഈ ഒരു ലെക്ചറിൽ ഞാൻ കവർ ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. സ്യൂഡോ കോഡ് എന്താണെന്നുള്ളതിൻ്റെ ഒരു ഡെഫിനേഷനും അതിൻ്റെ റീസൺസും അതെങ്ങനെ നമുക്ക് സ്യൂഡോ കോഡ് ചെയ്യാമെന്നുള്ളതും പിന്നെ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസുകളുമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് എന്താണ് സ്യൂഡോ കോഡ് എന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കാം. സ്യൂഡോ കോഡ് ഈസ് എൻ ഇൻഫർമേഷണൽ ഹൈ ലെവൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ഓർ algorithm. It uses a mix of natural language and programming like syntax to express logic clearly and concernedly. സോ നമ്മൾ കണ്ടിരുന്നു ഫസ്റ്റ് മൊഡ്യൂളിൽ, അതായത് സ്യൂഡോ കോഡ് എന്ന് പറഞ്ഞത് എക്സാക്ട്ലി ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, പക്ഷേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഏകദേശം ആ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മെത്തേഡാണ്. സോ പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു ഐഡിയ, ആ ഒരു സ്ട്രക്ചർ നമ്മളവിടെ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് സ്യൂഡോ കോഡിലൂടെ നമ്മൾ ചെക്ക് ചെയ്യാണ് ചെയ്യുക. സോ നമ്മുടെ ഉള്ളിലുള്ള ഐഡിയയെ എങ്ങനെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് കൊണ്ടുവരാം എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ്. ദ മെയിൻ പർപ്പസ് ഈസ് ടു ഔട്ട്ലൈൻ ദ അൽഗോരിതമിക് സ്റ്റെപ്പ് വിത്തൗട്ട് ദ നീഡ് ഓഫ് സ്പെസിഫിക് പ്രോഗ്രാമിംഗ് സിൻടാക്സ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത് ഏത് പ്രോഗ്രാമിങ്ങിലാണോ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഒരു പെർട്ടിക്കുലർ സിൻടാക്സ് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അതേ സമയത്ത് സ്യൂഡോ കോഡിൽ നമ്മൾ സിൻടാക്സിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു ബേസിക് സ്ട്രക്ചർ മാത്രം ഫോളോ ചെയ്താൽ മതി. അവിടെ അങ്ങനെ ഒരു എറർ വരാനോ അങ്ങനെയുള്ളൊരു കൺസെപ്റ്റ് ഒന്നും വരുന്നില്ല. ജസ്റ്റ് പ്രോഗ്രാമിംഗ് ഐഡിയാസ് എന്താണോ അതൊന്ന് നമുക്കൊരു വിഷ്വലി കാണാൻ പറ്റുന്ന രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. സോ ബേസിക്കലി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്യൂഡോ കോഡ് ഒരു ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് നിൽക്കുക. നമ്മളുടെ കയ്യിലുള്ള ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുകയാണ്. സോ ആ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ നമ്മൾ പ്രോഗ്രാമിങ്ങിലൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് തന്നെ പ്രോഗ്രാമിലേക്ക് ഇറങ്ങില്ല. നമ്മൾ ആ ഒരു ഐഡിയ എങ്ങനെയാണോ എന്നുള്ളത് നമ്മളൊന്ന് വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പ്രോഗ്രാമിങ്ങിലേക്ക് നമ്മൾ അവസാനം ഇറങ്ങുള്ളൂ. സോ അവരെന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഐഡിയ എങ്ങനെയെങ്കിലും ഒന്നെങ്കിലും ഒരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും ആദ്യം ചെയ്യുക. അതിൽ നിന്ന് നമ്മൾ പതുക്കെ പ്രോഗ്രാമിംഗ് ലെവലിലേക്ക് വരികയാണ് ചെയ്യുക. അപ്പോൾ ആ പ്രോഗ്രാമിങ്ങിന് മുമ്പ് നിൽക്കുന്ന ഒരു ചെറിയ സ്റ്റേജാണ് നമ്മുടെ സ്യൂഡോ കോഡ് എന്ന് പറയുന്നത്. സ്യൂഡോ കോഡ് ഹെൽപ്സ് ദിസ് സിറ്റുവേഷൻ ബൈ അബ്സ്ട്രാക്റ്റിംഗ് എവേ ദ സിൻടാക്സ് കൺസേൺ. സോ ഞാൻ പറഞ്ഞു, അവിടെ നമ്മൾ സിൻടാക്സിനെ കുറിച്ച് വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് അറിയുന്ന രീതിയിൽ ഇതിനെ ഒന്ന് പ്രോഗ്രാം പോലെ ഒന്ന് മാറ്റിയെടുക്കുകയാണ് ചെയ്യുക. ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ സ്റ്റെപ്പ് ഓഫ് ആൻ അൽഗോരിതം ഇൻ ആൻ ഈസി ടു അണ്ടർസ്റ്റാൻഡ് വേ ഫോർ പീപ്പിൾ വിത്ത് ബേസിക് പ്രോഗ്രാമിംഗ് നോളജ്. സ്യൂഡോ കോഡ് എഴുതണമെങ്കിൽ നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ വലിയ നോളജ് ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക്സ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഇതിൻ്റെ കൺസ്ട്രക്റ്റ് എന്ന് പറയുന്നത് ബേസിക്കലി സീക്വൻസിങ് ഉണ്ട്, സെലക്ഷൻ ആൻഡ് റെപ്പറ്റീഷൻ, ഫെസിലിറ്റേറ്റ് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഓഫ് ലോജിക്സ്. നമുക്ക് പല സമയത്തും സീക്വൻസിങ് ചെയ്യേണ്ടി വരും, സെലക്ഷൻ ചെയ്യേണ്ടി വരും, റെപ്പറ്റീഷൻ പ്രോസസ്സ് ചെയ്യേണ്ടി വരും. അതൊക്കെ നമ്മൾ സ്യൂഡോ കോഡ് വഴി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് സെർവ്സ് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ പ്രോബ്ലം ഫോർമുലേഷൻ ആൻഡ് ആക്ച്വൽ കോഡിങ്. ഞാൻ പറഞ്ഞു, നമ്മുടെ ഐഡിയയുടെയും ഫൈനൽ കോഡിങ്ങിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു സാധനമാണ് ഈ സ്യൂഡോ കോഡ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി നമ്മൾ സ്യൂഡോ കോഡ് യൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ബെറ്റർ റീഡബിലിറ്റിയാണ്. നമുക്ക് ഏതൊരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിനും കുറച്ചൊരു ബേസിക്സ് നോളജ് ഉണ്ട് ഫോർ പ്രോഗ്രാമിംഗ് എന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കിയെടുക്കാം, ആ ഐഡിയ എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രോഗ്രാമിംഗ് അറിയുന്ന ഒരാൾക്ക് ഈ സ്യൂഡോ കോഡ് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ പ്രോഗ്രാമിംഗ് എഴുതണം എന്നുള്ളതിൻ്റെ ഒരു ഐഡിയയും അവിടെ കിട്ടും. പ്രോഗ്രാമുമായിട്ട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു സാധനമാണ് ഈ സ്യൂഡോ കോഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെ പ്രോഗ്രാം അറിയുന്ന ഒരാൾക്ക് എളുപ്പത്തിൽ ആ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവും. എ ഗുഡ് മിഡിൽ പോയിന്റ് ബിറ്റ്വീൻ ഫ്ലോ ചാർട്ട് ആൻഡ്
കോഡ്. സോ നമ്മൾ ഫ്ലോ ചാർട്ടിൽ നിന്നാണ് സ്യൂഡോ കോഡിലേക്ക് എത്തുക. ഫ്ലോ ചാർട്ട് എന്താണെന്നുള്ളത് നമ്മൾ അപ്കമിങ് ലെക്ചേഴ്സിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇറ്റ് ആക്ട് ആസ് എ സ്റ്റാർട്ട് പോയിന്റ് ഫോർ ഡോക്യുമെൻറ്റേഷൻ. നമുക്ക് ഏതൊരു പ്രോബ്ലം ആണെങ്കിലും ഏതൊരു കമ്പനി ആണെങ്കിലും എന്താണെങ്കിലും അവർ ചെയ്യുന്നതൊക്കെ ബേസിക്കലി ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത് വളരെ മസ്റ്റായിട്ടുള്ള കാര്യമാണ്. സോ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് നമുക്ക് ഡോക്യുമെൻറ്റേഷൻ ചെയ്യാനും എളുപ്പമാണ്. ആൻഡ് ബഗ് ഡിറ്റക്ഷൻ, എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് പ്രോഗ്രാമിങ്ങിൻ്റെ ടൈമിൽ നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു ബഗ്ഗിനെ കണ്ടുപിടിക്കാൻ സ്യൂഡോ കോഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ നമ്മളൊരു സ്യൂഡോ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് സീക്വൻസിങ് ആണ്. ദ ഓർഡർ ഇൻ വിച്ച് ദ കൺസ്ട്രക്ട്സ് ആർ എക്സിക്യൂട്ടഡ്. നമ്മൾ ഏത് സീക്വൻസിൽ വേണം നമ്മളുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് സീക്വൻസിൽ ആദ്യം എന്തെടുക്കണം രണ്ടാമത് എന്തെടുക്കണം എന്നുള്ള ഒരു സീക്വൻസിങ് നമ്മൾ വ്യക്തമായിട്ട് സ്യൂഡോ കോഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ സെലക്ഷൻ ആണ് അതിൽ വരുന്ന സെക്കൻഡ് മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്, അതായത് ഡിസിഷൻ മേക്കിംഗ് കൺസ്ട്രക്ട്സ്. ഇപ്പോൾ നമുക്കവിടെ ഒരു കണ്ടീഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇഫ് എൽസ് അല്ലെങ്കിൽ കേസ് പോലെയുള്ള കണ്ടീഷൻസുകളൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കാണിക്കാൻ പറ്റും. അതുപോലെ തന്നെ റെപ്പറ്റീഷൻ, നമ്മുടെ ലൂപ്പ് എന്ന് പറയുന്ന കാര്യമില്ലേ, ഒരേ കാര്യം തന്നെ പലതവണ റിപ്പീറ്റ് ചെയ്ത് സംഭവിക്കുന്നത്, അതിനെയാണ് നമ്മൾ ലൂപ്പ് എന്ന് പറയാം. പലതരത്തിലുള്ള ലൂപ്പുണ്ട്, ഫോർ ലൂപ്പ് ഉണ്ട്, വൈൽ ലൂപ്പ് ഉണ്ട്. സോ ആ ലൂപ്സുകളൊക്കെ നമുക്ക് ഈ ഒരു സ്യൂഡോ കോഡിൽ യൂസ് ചെയ്യാം. പ്രോഗ്രാമിങ്ങിലും ഇതേ ലൂപ്പുകൾ അവൈലബിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്, ദ കോർ ഓഫ് സ്യൂഡോ കോഡ് ഈസ് എബിലിറ്റി ടു റെപ്രസെൻറ്റ് 6 പ്രോഗ്രാമിംഗ് കൺസ്ട്രക്ട്സ്. അതായത് സീക്വൻസിങ്, കേസ്, വൈൽ, റിപ്പീറ്റ് അൺടിൽ, ഫോർ, ഇഫ് ദെൻ എൽസ്. ഈ പറഞ്ഞതൊക്കെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. സോ ഇതിൽ ഓരോന്നും ജസ്റ്റ് ഒന്ന് നോക്കാം. സീക്വൻസ് എന്ന് പറയുന്നത് ഇറ്റ് റെപ്രസെൻറ്റ് ലീനിയർ ടാസ്ക് സീക്വൻഷ്യലി പെർഫോംഡ് വൺ ആഫ്റ്റർ അനദർ. സോ ഞാൻ പറഞ്ഞു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആണ് നമ്മൾ ചെയ്യുക. പിന്നെ വൈൽ എന്ന് പറയുന്നത് ഒരു ലൂപ്പിന് യൂസ് ചെയ്യുന്നതാണ്. റിപ്പീറ്റ് അൺടിൽ എന്ന് പറയുന്നതും ഒരു ലൂപ്പിന് യൂസ് ചെയ്യുന്നതാണ്. ഫോറും ലൂപ്പിന് യൂസ് ചെയ്യുന്നതാണ്. ഈ മൂന്ന് ടൈപ്പ് ഓഫ് ലൂപ്സുകളാണ്. ഓരോന്നിനും ഓരോ കണ്ടീഷൻസ് വരും. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും. പിന്നെ വരുന്നത് ഇഫ് കണ്ടീഷൻസ് ആണ്. ഇഫ് ദെൻ എൽസ് എന്ന് പറയുന്നതൊക്കെ നമുക്കവിടെ യൂസ് ചെയ്യാം. പിന്നെ കേസസ് ആണ് വരുന്നത്. ഇത് ഈ കണ്ടീഷൻ്റെ തന്നെ വേറൊരു മെത്തേഡ് ഓഫ് റെപ്രസെൻറ്റേഷൻ ആണ്. സോ ഇതിലൊക്കെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഏതൊക്കെ കീവേഡുകളാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ സീക്വൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻപുട്ടിൻ്റെ സമയത്ത് റീഡ്, ഒപ്റ്റെയിൻ, ഗെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു വേരിയബിളിനകത്തേക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്യുന്ന കണ്ടീഷൻസൊക്കെ നമ്മൾ എക്സാമ്പിൾസ് കണ്ടപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതിനൊക്കെ വാല്യൂയോടെ നമ്മൾ റീഡെന്നോ അല്ലെങ്കിൽ ഒപ്റ്റെയിൻ എന്നോ ഗെറ്റ് എന്നുള്ള വാല്യൂസൊക്കെ നമുക്കതിനകത്ത് യൂസ് ചെയ്യാം. പിന്നെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന സമയത്ത് പ്രിൻറ്റ്, ഡിസ്പ്ലേ, ഷോ എന്നുള്ള കീവേഡുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. സോ സീക്വൻസിനകത്ത് നിങ്ങൾ നോക്കിയാൽ കാണാം ഇതിലെ കീവേഡ്സുകളെല്ലാം ക്യാപിറ്റൽ ലെറ്ററിലാണ് കൊടുത്തിട്ടുള്ളത്. സോ സ്യൂഡോ കോഡ് എഴുതുന്ന സമയത്ത് മെയിനായിട്ട് വരുന്ന കീവേഡുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കണം. സോ അതേപോലെ സീക്വൻസിൽ യൂസ് ചെയ്യുന്നതാണ് ഈ കീവേഡുകളൊക്കെ. പക്ഷെ അതേ സമയത്ത് വൈൽ ലൂപ്പ് ആണെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എങ്ങനെയാണ്, വൈൽ ദെൻ നമ്മുടെ കണ്ടീഷൻ എന്താണോ, പിന്നെ ഒരു ചെറിയ ഇൻറ്റൻറ്റേഷൻ കൊടുത്തതിന് ശേഷം, ഒരു സ്പേസ് കൊടുത്തതിന് ശേഷം സീക്വൻസ് എന്താണോ, നമുക്ക് ഇപ്പോൾ സപ്പോസ് ഈ ഒരു വൈൽ കണ്ടീഷൻ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് നടക്കണം എന്നുള്ളത് നമ്മൾ ഈ സീക്വൻസിനകത്ത് കൊടുക്കും. പിന്നെ ആ ഒരു ലൂപ്പ് ക്ലോസ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ ഫോറും ചെയ്യുക. ഫോർ ലൂപ്പ് കൊടുത്തിട്ട് ഇറ്ററേഷൻ ബൗണ്ട്, എത്ര തവണ ലൂപ്പ് നടക്കണം എന്നുള്ളത് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അതിനകത്ത് ആ ലൂപ്പിനകത്ത് എന്താണോ നടക്കേണ്ടത് അത് നമ്മളിവിടെ സീക്വൻസ് എന്ന് പറയുന്ന സെക്ഷനിൽ കൊടുക്കും. പിന്നെ അത് എൻഡ് ചെയ്യും. കേസ് ആണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കേസുകൾ നമുക്കുണ്ടാവും. ഇപ്പോൾ എത്ര കേസസ് ഉണ്ടോ അത്രയും കേസുകൾ നമ്മളങ്ങനെ ലിസ്റ്റ് ചെയ്യും. ഓരോ കേസിലും എന്താണ് നടക്കേണ്ടത് എന്നുള്ളത് നമ്മളിതുപോലെ പറഞ്ഞു കൊടുക്കും. ഇതൊന്നും നടന്നില്ലെങ്കിൽ, അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള കണ്ടീഷനിൽ ഒന്നുമല്ല വന്നിട്ടുള്ളത് എന്നെങ്കിൽ എന്ത് സംഭവിക്കണം എന്നുള്ളത് ഡിഫോൾട്ട് എന്ന് പറയുന്നിടത്ത് സീക്വൻസ് ആയിട്ട് കൊടുക്കും. എന്നിട്ട് ഫൈനലി നമ്മളത് എൻഡ് കേസ് കൊടുക്കും. അപ്പോൾ എന്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും നമ്മളവിടെ എൻഡ് ചെയ്യണം. അതേപോലെ റിപ്പീറ്റ് അൺടിലും ഇതേപോലെ സെപ്പറേറ്റ് ഒരു സീക്വൻസിങ് ഉള്ളതാണ്. അത് എത്ര തവണ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളത്, അത് എന്താണ് റിപ്പീറ്റ് ചെയ്യേണ്ടതെന്നുള്ളതും നമ്മളങ്ങനെ കൊടുക്കും. എന്നിട്ട് ഒരു കണ്ടീഷൻ അവിടെ കൊടുക്കും, എത്ര തവണ റിപ്പീറ്റ് ചെയ്യണം അൺടിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് വരെ. പിന്നെ നാം പറഞ്ഞ പോലെ ഇഫ് ദെൻ എൽസ് എന്ന് പറയുന്നത് ഒരു ഇഫ് കണ്ടീഷൻ ഉണ്ടാവും. ഈ ഒരു ഇഫ് കണ്ടീഷൻ
വാലിഡ് ആവുകയാണെങ്കിൽ ദെൻ എന്ത് സംഭവിക്കണം, ഇനി ഇത് വാലിഡ് ആയിട്ടില്ലെങ്കിൽ എൽസ് എന്ത് സംഭവിക്കണം, എന്നിട്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം എൻഡ് ഇഫ് നമ്മൾ കൊടുക്കും. സോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്യൂഡോ കോഡ് കൺസ്ട്രക്റ്റ് ചെയ്യുക. അതെങ്ങനെയാണെന്നുള്ളത് കൂടുതലായിട്ട് നമുക്ക് എക്സാമ്പിൾസിൽ കാണുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. സോ നമ്മളിപ്പോൾ കണ്ട ഈ 6 കൺസ്ട്രക്ട്സുകൾ ഉണ്ടെങ്കിലും പിന്നെയും അതിൻ്റെ ചില എക്സെപ്ഷൻസ് യൂസ് ചെയ്യുന്ന വേറെ 2 കാര്യങ്ങളാണ്. ഒന്ന് കോൾ എന്ന് പറയുന്നത്, അതായത് ഇൻവോക്കിംഗ് ക്ലാസ്സസ് ഓർ കോളിംഗ് ഫങ്ഷൻ. നമ്മൾ എന്തെങ്കിലും ഒരു ഫങ്ഷനോ അല്ലെങ്കിൽ മറ്റ് എവിടെയെങ്കിലും എഴുതിയിട്ടുള്ളൊരു സാധനം കോൾ ചെയ്യുന്നതാണ് കോൾ ഫങ്ഷൻ. ഇനി അതുമല്ല, നമുക്ക് തന്നിട്ടുള്ള സാധനങ്ങളൊന്നും നമുക്ക് പറ്റില്ല, വേറെ എന്തെങ്കിലും ഒരു എക്സെപ്ഷൻസ് കൊടുക്കണം, അങ്ങനെ ഉണ്ടെങ്കിൽ എക്സെപ്ഷൻസ് കീവേഡ്സുകളും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെയാണ് നമുക്ക് ബേസിക്കായിട്ട് സ്യൂഡോ കോഡ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. സോ ഈ കോളിൻ്റെയും അതുപോലെ എക്സെപ്ഷൻ്റെയും ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ സപ്പോസ് കോളിംഗ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ഏതെങ്കിലും ഒരു ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. സോ കോൾ ആവറേജ് ഏജ്, ചിലപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ്റെ പേര് എന്ന് പറയുന്നത് ആവറേജ് ഏജ് എന്നാണ്. അത് എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് കോൾ ചെയ്യുക. സോ അത്രയേ ഉള്ളൂ. നമുക്ക് സപ്പോസ് കോൾ സ്വാപ്പ് കറണ്ട് ഐറ്റം ആൻഡ് ടാർഗറ്റ് ഐറ്റം. സോ സ്വാപ്പിംഗ് പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. സോ സ്വാപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, കറണ്ട് ഐറ്റത്തിനെ ടാർഗറ്റ് ഐറ്റം വെച്ചിട്ട് സ്വാപ്പ് ചെയ്യാണ് അവിടെ സംഭവിക്കുന്നത്. സോ ഇതുപോലെ നമുക്ക് ചില നമ്മൾ ഓൾറെഡി പറഞ്ഞ സാധനത്തിൽ നിന്നും കുറച്ച് മാറി വരുന്ന ടൈപ്പുകളൊക്കെ നമുക്ക് ഇതുപോലെ കോൾ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങും ഇതേപോലെ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു സാധനം തുടങ്ങി സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്തല്ലാത്ത വേറെ എന്തെങ്കിലും ഒരു സാധനമാണ്, എക്സെപ്ഷൻസ് വരുന്നുണ്ടെന്ന് വിചാരിക്കുക. സോ എക്സെപ്ഷൻസ് എന്നുള്ള സെക്ഷനിൽ നമ്മൾ ആ സാധനങ്ങൾ ആഡ് ചെയ്യും. അതായത് എക്സെപ്ഷൻ വെൻ ആ എന്ത് ടൈപ്പ് ഓഫ് എക്സെപ്ഷൻ ആണോ അങ്ങനെയാണെങ്കിൽ ഇത് നടക്കണം, അതല്ല വേറെ എന്തെങ്കിലും ഒരു ടൈപ്പ് എക്സെപ്ഷൻ ആണെങ്കിൽ ഇത് നടക്കണം എന്നുള്ള രീതിയിൽ നമ്മളത് റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, സോ ഇതൊക്കെയാണ് മെയിൻ കൺസ്ട്രക്ട്സ് ഓഫ് സ്യൂഡോ കോഡ് എന്ന് പറയുന്നത്. സോ നമ്മളൊരു സ്യൂഡോ കോഡ് എഴുതുന്ന സമയത്ത് ബേസിക്കലി ഫോളോ ചെയ്യേണ്ട റൂൾസുകൾ ഇതൊക്കെയാണ്. ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓൾവേസ് ക്യാപിറ്റലൈസ് ദ ഇനീഷ്യൽ വേർഡ്. നമ്മളുടെ കീവേഡ് എപ്പോഴും ഫുൾ ക്യാപിറ്റലൈസ് ചെയ്തിട്ട് തന്നെ കൊടുക്കുക. ഹാവ് ഓൺലി 1 സ്റ്റേറ്റ്മെൻറ്റ് പെർ ലൈൻ. ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കണം ഒരു ലൈനിൽ ഉണ്ടാവേണ്ടത്. നമ്മൾ പ്രോഗ്രാമിങ്ങിലും അതേപോലൊക്കെ തന്നെയാണ് നമ്മൾ എഴുതാറ്. ദെൻ ഇൻറ്റൻറ്റ് ടു ഷോ ഹൈറാർക്കി. ഞാൻ കുറച്ച് മുമ്പേ ഒരു സ്പേസ് ഇടുന്ന ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് നമ്മൾ സപ്പോസ് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന സാധനമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻറ്റൻറ്റേഷൻ എന്ന് പറയും. ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഫോർ ലൂപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു ലൂപ്പ് ആണെങ്കിൽ നമ്മൾ ഫോറിന്ന് എഴുതിയതിന് ശേഷം അതിനകത്ത് വരുന്ന സാധനം, ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളൊരു ചെറിയ സ്പേസ് ഇട്ടിട്ട് അകത്തേക്ക് എഴുതും. പൈതണിലും ഈ ഇൻറ്റൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് ഈ ഒരു സാധനം ശരിക്ക് ഓർത്ത് വെച്ചുകൂടാ. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾവേസ് എൻ മൾട്ടിലൈൻ സെക്ഷൻ യൂസിങ് എനി ഓഫ് ദ എൻ കീവേഡ്. അതായത് ഞാൻ പറഞ്ഞു എപ്പോഴും നമ്മളൊരു ഇപ്പോൾ ഒരു ഫോർ ലൂപ്പോ അല്ലെങ്കിൽ ഇഫ് കണ്ടീഷനോ എന്തെങ്കിലും നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും എൻഡ് ചെയ്യാൻ മറക്കരുത്. ആ ഒരു കണ്ടീഷൻ എവിടെയാണോ എൻഡ് ചെയ്യുന്നത് അവിടെ നമ്മൾ ആ എൻഡ് ഇഫ് അല്ലെങ്കിൽ എൻഡ് വൈൽ എന്താണോ ഓപ്പൺ ചെയ്തത് അതെപ്പോഴും എൻഡ് ചെയ്യാൻ ഓർക്കുക. ഓക്കെ, പിന്നെ വരുന്നത് കീപ് യുവർ സ്റ്റേറ്റ്മെൻറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻഡിപെൻഡൻറ്റ്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വെക്കേണ്ടത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേറെ ഏതെങ്കിലും ഒരു സെക്ഷനിലുള്ള സാധനമായിട്ട് ലിങ്ക് ചെയ്യാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വെക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യം. പിന്നെ യൂസ് ദ നെയിമിംഗ് ഡൊമൈൻ ഓഫ് ദ പ്രോബ്ലം, നോട്ട് ദാറ്റ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ. സോ അതായത് ഇപ്പോൾ ഒരു നെയിം ഡിസ്പ്ലേ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നെയിം ഇസ് ഈക്വൽ ടു ഫസ്റ്റ് നെയിം പ്ലസ് ലാസ്റ്റ് നെയിം എന്ന് പറയുന്നതിന് പകരം അപ്പൻ ദ ലാസ്റ്റ് നെയിം ടു ദ ഫസ്റ്റ് നെയിം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുക. സോ അതായത് അപ്പൻഡ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. 2 നെയിമുകൾ തമ്മിൽ അപ്പൻഡ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. അത് ഇവിടെ നമ്മളിതുപോലെ പ്ലസ് പോലെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഈ പ്ലസ് എന്ന് പറയുന്നത് വേറൊരു ഓപ്പറേഷൻ ആയിരിക്കും. സോ അങ്ങനെയുള്ളൊരു കൺഫ്യൂഷനൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ തന്നെ കറക്റ്റായിട്ടുള്ള ഡൊമൈൻ നെയിംസുകൾ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. ദെൻ കീപ്പ് ഇറ്റ് സിമ്പിൾ, കൺസൈസ് ആൻഡ് റീഡബിൾ. കോംപ്ലിക്കേറ്റഡ് ആക്കാതെ വളരെ സിമ്പിൾ ലോജിക്ക് വെച്ചിട്ട് എപ്പോഴും സ്യൂഡോ കോഡ് എഴുതാൻ ശ്രമിക്കുക, അതും റീഡബിളായിട്ട്. ഓക്കെ, സോ അതൊക്കെയാണ് നമുക്ക് സ്യൂഡോ കോഡ് എഴുതുന്നതിൻ്റെ മെയിനായിട്ടുള്ള റൂൾസുകൾ എന്ന് പറയുന്നത്.